ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പ്ലസ് വീട്ടിലേക്ക് സ്വാഗതം. ഇന്നൊരു ചിക്കൻ പൊടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി, വറുത്ത നമ്മുടെ അങ്ങാടി മുളക്, സവാള, കറിവേപ്പില, ഇത്ര സാധനങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഇത്തിരി തോന വേണം. ഒരു സവാളയാണ് ഞാൻ ചെറുത് നോക്കിയിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ വെളുത്തുള്ളി ആവശ്യത്തിന് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 10-15 വെളുത്തുള്ളിയോളം ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങാടി മുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ച്. ഇവിടെ ബ്രസ്റ്റ് ചിക്കന് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് എയർ ഫ്രയറിൽ ഞാനൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എണ്ണ ഇല്ലാണ്ട് എയർ ഫ്രയറിൽ വെച്ചിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിന് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ള ഇത്തിരി കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ഇത്ര പൊടികൾ ഐറ്റങ്ങളാണ് നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്. പിന്നെ ഇതാ, ഇനി എരിവിന് നിങ്ങൾക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെ അല്ലെങ്കിൽ അങ്ങാടി മുളകിൻ്റെ അളവ് കൂട്ടാം. പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നിങ്ങൾക്ക് വെളിച്ചെണ്ണയാണ് ഇതിലേറ്റവും ബെറ്റർ ടേസ്റ്റും. അപ്പോൾ 2 സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ചേർത്തിട്ടുണ്ട്. അതിൽ നമ്മുടെ അങ്ങാടി മുളക്, അതായത് നല്ല എരിവുള്ള മുളകില്ലേ, അത് വറുത്തിട്ട് ഞാൻ കോരാൻ വേണ്ടി പോവുക. അത് കഴിഞ്ഞാൽ പിന്നെ വെളുത്തുള്ളി വറുത്ത് കോരണം. അതൊരു ബ്രൗൺ കളറാകുമ്പോൾ കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വറുത്ത് കോരുക. അതിനുശേഷം നമ്മുടെ സവാള അരിഞ്ഞ് വെച്ചത് ഒരു നുള്ളുപ്പിട്ട് കൊടുത്തിട്ട് വറുത്ത് എടുക്കണം. ഇതേ പാകമാവണ പോലെ വറുത്തെടുക്കണം. എന്നിട്ടും എണ്ണ ബാക്കിയാണ്. ആ എണ്ണയിൽ തന്നെ നമുക്ക് അടുത്ത ചെറിയ ഉള്ളിയും കൂടി വറുത്തെടുക്കാം. ഇതുപോലെ മൂപ്പിച്ചെടുക്കണം കേട്ടോ, സവാള ബ്രൗൺ കളർ ആവണ വരെ. അത് കഴിഞ്ഞ് നമ്മൾ ചെറിയ ഉള്ളിയും കൂടിയും നന്നായിട്ട് ബ്രൗൺ കളർ ആവണ വരെ നന്നായിട്ട് എടുക്കണം കേട്ടോ. അപ്പോഴത്തേനും ഞാൻ എയർ ഫ്രയറിൽ നിന്ന് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ ചെറിയ ഉള്ളി ഇവിടെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അതിലത്തെ വെള്ളമൊക്കെ വറ്റിയിട്ട് ബ്രൗൺ കളറായി. അതിലേക്ക് തീ ഓഫാക്കിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മല്ലിപ്പൊടി, ഇത്ര പൊടികളിട്ടിട്ട് ആ പൊടിയുടെ ഒരു പച്ച മണമുണ്ട്, അത് മാറുന്ന വരെ ആ ചൂടിൽ കിടന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അങ്ങാടി മുളകും വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കറിവേപ്പിലയും വെളുത്തുള്ളിയും എല്ലതും ചിക്കനും ഒക്കെ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക. കാരണം ഈ ചിക്കനിലേക്ക് മസാലയും കൂടി പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചാൽ തീ ഓഫായിട്ട് തന്നെ ഇരുന്നോട്ടെ കേട്ടോ. ആ പാത്രത്തിൻ്റെ ചൂടിൽ തന്നെ ഇതെല്ലാം ചെയ്താൽ മതി. അതിനുശേഷം ഞാനിത് പൊടിച്ചിട്ട് കാണിച്ചു തരാം. ഇതാ, അടിപൊളിയായിട്ട് നമ്മുടെ ചിക്കൻ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയറും ചെയ്യണം. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, ഭയങ്കര ടേസ്റ്റ്.